ഏവർക്കും സിനിലോജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ഷൻ സിനിമ പ്രേമികൾക്കായിട്ട് ഒരു അടിപൊളി ആക്ഷൻ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വേൾഡ് എന്ന ആ സിനിമയുടെ വിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മാർക്കോയോ, കില്ലോ, ആനിമലോ അതൊന്നും ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇതൊരു ചൈനീസ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ചൈനീസ് ചിത്രങ്ങളുടെ ആക്ഷനും ബാക്കി കൊറിയോഗ്രാഫിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനു മുമ്പും ചൈനീസ് ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു സിനിമയും വന്നിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2024 ഇറങ്ങിയ ഈ ഒരു ചിത്രം 1000 കോടി ഇതിനോടകം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ഇന്ത്യയിലെ പല ലാംഗ്വേജുകളിലായിട്ട് റിലീസിനെത്തുന്നത്. പക്ഷേ കേരളത്തിലുള്ളത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മാത്രമാണെന്നാണ്. പക്ഷേ അത്തരം സിനിമകൾ തിയേറ്ററുകളിൽ അനുഭവിച്ചറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ദി ലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വേൾഡ്. കാരണം ചിത്രത്തിൻ്റെ ആക്ഷൻ തന്നെയാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ആക്ഷൻ തന്നെയാണ്. പിന്നീട് അവസാനത്തെ ഒരു 20-25 മിനിറ്റും ആക്ഷൻ തന്നെയാണ്. അതിനിടയ്ക്കുള്ള ടൈമിലാണ് സിനിമയുടെ യഥാർത്ഥ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. 80കളിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ആ കാലങ്ങളിൽ അവിടെ നടക്കുന്ന ചേരിതിരിവും ബാക്കി ഗ്യാങ്സ്റ്റേഴ്സും അത്തരം കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. വളരെ മനോഹരമായിട്ട് ആ ഒരു കാലഘട്ടത്തെയും ബാക്കി കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ്. ഒരു ആക്ഷൻ ചിത്രം എന്ന ലേബലിലാണ് ചിത്രം റിലീസാവുന്നത്. എന്നിരുന്നാലും പടം നിറയെ ആക്ഷൻ രംഗങ്ങളല്ല, അതിനിടയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. അതിനിടയിൽ വരുന്ന 1, 2, 3, 4 ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിനുള്ളത്. അതെല്ലാം തന്നെ മികച്ചതാണ് എന്നതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയോ ബാക്കി കൊറിയയൊക്കെ എടുത്ത് നോക്കിയാലും അവിടുത്തെ ആക്ഷൻ രംഗങ്ങളും ആ ഒരു സ്റ്റൈലൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം ആക്ഷൻ രംഗങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. ഇത്തരം ആക്ഷൻ രംഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വയലൻസ് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ കണ്ട് ഒഴുക്കിനനുസരിച്ച് കണ്ടുപോകുന്നത് പോലെ നമ്മൾ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം പോകും. ചിത്രത്തിൻ്റെ കഥയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കൂടുതൽ കിടക്കാത്തതായിരിക്കും നല്ലത്. കാരണം അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. ഒരുപക്ഷെ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ ചിത്രം. 2024 ഇറങ്ങിയ ഈ ചിത്രം OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. ചില സീനുകളൊക്കെ നമുക്ക് അരോചകമായിട്ട് തോന്നും, എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന മുതലായ കാര്യങ്ങളൊക്കെ. പക്ഷേ പയ്യെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് അവരങ്ങനെ ചെയ്തത് എന്നതൊക്കെ. ഒരുപക്ഷെ ചിത്രത്തിൻ്റെ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ ചൂഴ്ന്നെടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലേക്ക് അവർ ഇൻജെക്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അത് ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. അവർ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്തതും ആക്ഷൻ രംഗങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. 1000 കോടി നേടിയ ചിത്രമല്ലേ, എന്തെങ്കിലുമൊക്കെ അതിൽ കാണണമല്ലോ. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.